ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ടു ഓട്ടോ ഡ്രിഫ്റ്റ് സിറ്റോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല, നമുക്ക് കൂടുതൽ കമൻറ്റ് കിട്ടിയ വണ്ടിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. 5 സ്റ്റാർ സേഫ്റ്റിയുള്ള വണ്ടിയാണ്. 10 ലാക്സിൻ്റെ അടിയിൽ അടിപൊളി മോഡലുണ്ട്. നമുക്ക് പുള്ളിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം കേട്ടോ. ഹായ് ബ്രോ. ബ്രോയുടെ പേരെന്താണ്? അഖിൽദാസ് അല്ലേ? അപ്പോൾ പുള്ളിയാണ് EVM അല്ലേ? EVM. അപ്പം EVMൻ്റെ കോഴിക്കോട് ഷോറൂമിലുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പം നമുക്ക് പുള്ളിയോട് ചോദിച്ചു നോക്കാം ഈ മോഡലിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിയണം ബ്രോ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 5 സ്റ്റാർ സേഫ്റ്റി ആണ് ഫസ്റ്റ് സ്റ്റാർ റേറ്റ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, എത്ര മോഡൽ ഉണ്ട് വണ്ടി? സ്റ്റാർട്ടിംഗ് വരുന്ന ഏതായിരുന്നു മോഡൽ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വിസിയ എന്ന് പറഞ്ഞ വേരിയന്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാനുവലില് ബേസ് മോഡൽ വിസിയ എന്ന് പറഞ്ഞ വേരിയന്റ്. അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 674 ഓൺ റോഡ് വരുന്നത്. 674. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും? ബേസ് മോഡൽ തന്നെ നമുക്ക് 6 എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ട്രാക്ഷൻ കൺട്രോൾ, വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ, ഇതെല്ലാം ബേസ് മോഡൽ തന്നെ വരുന്നുണ്ട്. പിന്നെ റിയർ സീറ്റ് 60-40 സ്പ്ലിറ്റ് ആണ് ബേസ് മോഡൽ. പിന്നെ ബാക്കിൽ ആംറസ്റ്റും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ബേസ് മോഡൽ തന്നെ വരുന്നുണ്ട്. അപ്പം ബേസ് മോഡൽ തന്നെ ഒന്ന് ഫുള്ളി പാക്ഡ് ആണെന്ന് തന്നെ പറയാം. എല്ലാം ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇൻഫോർടൈൻമെന്റ് ആണ്. ഒരു സെൻട്രൽ ലോക്ക് ഈ കാര്യങ്ങൾ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഷോറൂമിൽ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇൻബിൽഡ് വരുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി റേറ്റ് പറഞ്ഞു എത്രയായിരുന്നു? 674 ഓൺ റോഡ്. 674. ഇതിപ്പോ ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞല്ലോ? ഓഫേഴ്സ് കഴിഞ്ഞിട്ടാണ് ഒരു 6.5 റേഞ്ചിൽ. എന്തെങ്കിലും ഓഫേഴ്സ് പർട്ടിക്കുലർ നടക്കുന്നുണ്ടോ? എന്താണ് ഇപ്പം ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. 10,000 ബേസ് മോഡലൊക്കെയാണ്. എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. 22,000 എക്സ്ചേഞ്ച് ബോണസ്. അതാണ് ബേസ് മോഡൽ നടക്കുന്നത്. പിന്നെ അടുത്ത വേരിയന്റിലേക്ക് വരുമ്പോൾ കുറച്ച് ഓഫേഴ്സ് കൂടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ തൊട്ട് മേലത്തെ മോഡൽ ഏതാണ് വരിക? എസെൻഡ എന്ന് പറഞ്ഞ വേരിയന്റാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ചെറിയൊരു വേരിയന്റ് വരുന്നുണ്ട്, വിസിയ പ്ലസ് എന്ന് പറഞ്ഞ. വിസിയ പ്ലസിലേക്ക് വരുമ്പോൾ നമുക്ക് ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 729 ഓൺ റോഡ് വരുന്നത്. അതിൽ എക്സ്ട്രാ ഇൻബിൽഡ് വരുന്നത് ടച്ച് സ്ക്രീൻ വിത്ത് റിവേഴ്സ് ക്യാമറ ഇൻബിൽഡ് വരുന്നുണ്ട്. റിയർ വൈപ്പർ, ഡിഫോഗർ, ഈ രണ്ട് കാര്യം ഇൻബിൽഡ് വരും. അതാണ് ഫുൾ പാക്ഡ് ആയില്ല. അതാകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും സെൻട്രൽ ലോക്ക് മാത്രം എക്സ്ട്രാ ചെയ്താണ് വരുന്നത്. അതങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ തൊട്ട് മേലേക്കുള്ള മോഡൽ ആകുമ്പോൾ എസെൻഡ. അതെങ്ങനെയാണ്? എസെൻഡ ആകുമ്പോൾ മാനുവൽ ആണെങ്കിൽ 798 വരും. അത് ഓൺ റോഡ് വരും. അതാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വന്നു. എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമായിട്ടില്ല, പക്ഷെ ഒരു കാറിൽ വേണം എല്ലാ കാര്യം അതിന്റെ അകത്ത് വരുന്നത്. ഇതിൽ എന്താണ് പെട്രോൾ എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? 1.2 ആണ് വരുന്നത്. 1 ലിറ്റർ ആണ് വരുന്നത്. 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. നമുക്കിപ്പം മൈലേജിന് കൂടി വേണ്ടിയിട്ടാണ് 1 ലിറ്റർ വരുന്നത്. എല്ലാവരും വണ്ടി എടുക്കുമ്പോൾ മെയിൻ ഫസ്റ്റ് നോക്കുന്നത് മൈലേജ് ആണ്. അപ്പോൾ 1 ലിറ്റർ 3 സിലിണ്ടർ ആണ് വരുന്നത്. അപ്പോൾ മൈലേജ് കുറച്ചുകൂടി കിട്ടുന്നുണ്ട് വണ്ടി. അപ്പോൾ ഇതിൽ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോൾ CVT വരുന്നത്. ഇതിപ്പോ CVT മോഡൽ. ഇത് CVT ടെക്ന പ്ലസ് ആണ്. ഇതിന് എത്രയായിരിക്കും ഓൺ റോഡ് പ്രൈസ്? ഇത് വരുമ്പോൾ 13-15 ഓൺ റോഡ്. 13-15 ഓൺ റോഡ് വരുന്നത്. അതിപ്പോ GST ബെനിഫിറ്റിന്റെ ആണ് കുറച്ച് പ്രൈസ് കുറഞ്ഞതാണ്. അതെ 13-15 ഓൺ റോഡ്. CVT ടർബോ വരും. ടർബോ പ്ലസ് പെട്രോൾ എല്ലാം പെട്രോൾ. നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കട്ടോ, കാരണം നമ്മൾ എല്ലാത്തിന്റെ പേരിന്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഇത് സഫോർമേറ്റീവ് SUV ആണ്. അത്യാവശ്യം വലിയൊരു ബിൽഡ് ഉള്ള, നമ്മളിപ്പോ ഇവിടെ കുറെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ കാണിച്ചു തരാം എത്രത്തോളം വലിപ്പം ഉണ്ട് എന്നുള്ളത്. ബാക്കിലിരിക്കാനാണെങ്കിലും കംഫർട്ടാണ്. ഞാൻ ഇപ്പോൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞു. അപ്പം ഓട്ടോമാറ്റിക് ആണ്, CVT ആണ്. വേറെ ഡിലേ ഒന്നും ഇല്ല കേട്ടോ, വണ്ടി നല്ല പോകുന്നുണ്ട്. സ്റ്റിയറിംഗും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റിയറിംഗ് ആണ്. മാരുതിനെ വേണ്ടി കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. മറ്റേ ഹ്യുണ്ടായിന്റെ അത്ര സോഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അത്യാവശ്യം നല്ല ഈ രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു സ്റ്റിയറിംഗ് ആണ്, കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ സഫോർമേറ്റർ SUV ആണ്. SUV ലുക്ക് ഉണ്ട്. എന്തുകൊണ്ട് എടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ബ്രോ പറയാ? സേഫ്റ്റി ഫസ്റ്റ് തന്നെ പറയല്ലേ? ഫസ്റ്റ് സേഫ്റ്റി ആണ്. പിന്നെ ഫസ്റ്റ് ടൈം ഒക്കെ എല്ലാവരും പറഞ്ഞത് ഇതിന്റെ പ്രൈസ് ആണ്. ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു പ്രൈസിന് വെഹിക്കിൾ വേറെ നമുക്ക് കിട്ടില്ല. ഇത്ര ഫീച്ചേഴ്സ് ബേസ് മോഡൽ 674 എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പം വേറെ ഏത് ബ്രാൻഡ് പോവാണെങ്കിലും അതൊരു ഹാച്ച് ബാക്കിന്റെ പ്രൈസ് ആണ്. പക്ഷെ അതിന്റെ ബേസ് മോഡൽ ഇതിന് കൂടുതൽ പൈസ വരുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിലേക്ക് പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ്. പ്രൈസ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. ഇതിന്റെ സൈസ് 205 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 16 ഇഞ്ച് ടയർ ആണ് ബേസ് മോഡൽ വരുന്നത്. 16 ബേസ് മോഡൽ നമുക്ക് ഏത് റഫ് ടെറയിലും പോകാൻ പറ്റും, അടി തട്ടൂല. അങ്ങനെ കുറെ ബെനിഫിറ്റ് ഉണ്ട് ബേസ് മോഡൽ. അതെ. അപ്പം എനിക്ക് വേണ്ട ഒരു പ്രോപ്പർ SUV ഒക്കെ വേണ്ട ആൾക്കാർക്ക് പൈസ കുറച്ച് കുറവാണ്, പെർഫോമൻസ് വേണം, ഫീച്ചേഴ്സ് വേണം, അങ്ങനത്തെ ആൾക്കാരാണ് ഇത് കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന് നിങ്ങൾക്ക് ഒരാൾക്കാർക്ക് ഓരോ പ്രയോറിറ്റി ആയിരിക്കും. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ മതി, വണ്ടി വന്നൊന്ന് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് 674 മുതൽ 13-15 വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിനിടയിലും കുറച്ച് മോഡൽസ് ഉണ്ട്. നിങ്ങൾ വേണം ഈ ഓട്ടോമാറ്റിക്കിന്റെ സ്റ്റാർട്ടിങ് എത്രയാണ്? ഓട്ടോമാറ്റിക് CVT സ്റ്റാർട്ട് ചെയ്യുന്നത് 1092 ആണ് CVT. നമുക്ക് AMT ഗിയർ ബോക്സ് ഉണ്ട്. ഓട്ടോമാറ്റിക്കിന് AMT ഉണ്ട്. അതിന്റെ ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 739 ഓൺ റോഡ്.
AMT വേണ്ടവർക്ക് കുറച്ചുകൂടി മൈലേജ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ AMT കുറച്ചുകൂടി മൈലേജ് കൂടുതൽ കിട്ടും. ഓട്ടോമാറ്റിക് ആയിരിക്കും. രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ മാനുവൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ആ രീതിയിലേക്ക് പോകാം. അതല്ല പ്രോപ്പർ ഒരു ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പൈസ ഇല്ലല്ലോ, കാരണം CVT നമുക്ക് ഈ ഒരു സെഗ്മെന്റ് CVT ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടി സെഗ്മെന്റിൽ വരുന്നത് ഈ ഒരു മോഡലാണ്. അപ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി, ബിൽഡ് ക്വാളിറ്റി, എല്ലാ കാര്യങ്ങളും ഒത്തുണങ്ങി വരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഒരു കാര്യം പറയാം, സർവീസ് സെന്റർ ചിലപ്പോൾ 1-2 ഉണ്ടാവുള്ളൂ. അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? നിങ്ങൾ സർവീസ് വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എല്ലാ കാര്യങ്ങളും. പിന്നെ നിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടില്ല. സർവീസ് കോസ്റ്റ് ഏകദേശം എത്ര വരുമ്പോൾ? നമുക്ക് ഇയർലി ഒരു 4500 ആ റേഞ്ചിലാണ് വരുന്നത്. വേറെ വലിയ മേജർ ചേഞ്ചസ് കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് പാക്കേജ് വരുന്നുണ്ട്, സർവീസ് പാക്കേജ് വരുന്നുണ്ട്, പീരിയോഡിക് മെയിൻ്റെനൻസ് സർവീസ് പാക്കേജ് വരുന്നുണ്ട്. അത് നമുക്ക് എടുത്താൽ ഒറ്റ സർവീസ് ആണോ? എങ്ങനെയാണ്? ഒരു കൊല്ലത്തിൽ എത്ര സർവീസ് ഉണ്ടോ? നമുക്ക് ഓരോ 10,000 കിലോമീറ്റർ സർവീസ് വരും. 10,000 അല്ലെങ്കിൽ 1 ഇയർ ഏതാണ് സർവീസ് വരും. മേജർ സർവീസ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ഇല്ല. അപ്പൊ ബ്രോ, ഇത് ഏകദേശം സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. സർവീസ് ഏകദേശം നമുക്ക് വരുന്നത് 1 ഇയറിൽ വൺസ് ആണ്. അതല്ലെങ്കിൽ 10,000 അപ്പൊ ഇനി ഞാൻ ചോദിക്കാനുള്ളത് എന്താ വെച്ചാല്, ഇതിപ്പോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എവിടേക്കാണ് വരേണ്ടത്? ലൊക്കേഷൻ എവിടെയാണ്? നമ്മള് കാലിക്കറ്റ് ഷോറൂം വരുന്നത് കാലിക്കറ്റ് പാവങ്ങാട് കണ്ണൂർ റോഡിലേക്ക് വരുമ്പോൾ പുത്തൂർ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പൊ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. ഇനിയിപ്പോ ഒരാൾ വരികയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കിപ്പം ഫിനാൻസ് അടക്കം ഒരു 7 days കൊണ്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അല്ലേ? അപ്പൊ ഓഫേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഏതൊക്കെയാണ് വേറെ ഓഫേഴ്സ്? നമ്മുടെ GST അപ്ഡേറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും? നമുക്കിപ്പോ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സെക്കൻഡ് വേരിയന്റ് എസെൻഡ എന്ന് പറഞ്ഞ വേരിയന്റ് മുതലാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് 10,000 വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നിലവിൽ ഒരു ബുക്കിംഗ് ബോണസ് ഓഫർ റൺ ചെയ്യുന്നുണ്ട്. ഒരു 12,000 രൂപ വരുന്നുണ്ട്. അത് ഓരോ വേരിയൻസിനും വ്യത്യാസമുണ്ട്. CVT സ്റ്റാർട്ടിങ് എസെൻഡ വേരിയന്റ് ആണെങ്കിൽ 35,000 വരെ ബുക്കിംഗ് ബോണസ് ഉണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഓഫർ ഉണ്ട് 5,000. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് അപ് ടു 60,000 വരെ ഉണ്ട്. 60,000. അതെ. ഓൾ ടുഗദർ ഒരു ഏകദേശം എത്ര വരും? ഒരു 1-10 വരെ ഓഫർ വരുന്നുണ്ട്. അതെ, ഓരോ ഓഫർ ഓരോ വേരിയന്റിന് വേറെ രീതിയിലാണ് ഓഫർ വരുന്നത് അല്ലേ? അങ്ങനെയാണ് ഈ വണ്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്ത് നോക്കുക. പറ്റുകയാണെങ്കിൽ ഞാൻ ബ്രോന്റെ നമ്പർ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. വിളിച്ചു നോക്കുക കേട്ടോ. ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക. നിങ്ങൾ ഈ സെഗ്മെന്റിലാണ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കുന്നത് ബുദ്ധിമുട്ടില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കൂ, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്താൽ മതി അല്ലേ? ഓക്കെ, താങ്ക്സ് ബ്രോ, താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ഈ വണ്ടി എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള വണ്ടിയായിരുന്നു. ഞാൻ ഇവരുടെ ഷോറൂമിൽ പോകാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇവർ ഓഫീസിൽ വന്നപ്പോൾ ഇവിടുന്ന് എടുത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. നിങ്ങൾ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, ഒന്ന് വിളിച്ചു നോക്കുക. പുള്ളിയുടെ നമ്പർ ഇവിടെ കൊടുക്കാം, വിളിച്ച് ബുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മറക്കല്ലേ.